പകൽ സമയത്ത് നന്നായിട്ട് ജീവിക്കാനും രാത്രി സമയത്ത് സുഖമായിട്ട് ഉറങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെപ്പോലെ ഭാഗ്യമുള്ള ഒരാൾ വേറെ ഇല്ലെന്നുള്ളതാണ് ഈ കാലഘട്ടം ശക്തമായി വെളിപ്പെടുത്തുന്നത്. ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാതെ സ്വയം മുറിവേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരിലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്ന അത്തരം പ്രവണതകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ആത്മീക ജീവിതത്തെയും സ്വപ്നങ്ങളെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്വയം മുറിവേൽപ്പിക്കുന്ന ജീവിതത്തിൻ്റെ നടപടികളിൽ നിന്നും വിമുക്തരായി അതിന് സുഖം പകർന്നുകൊണ്ട് സന്തോഷകരമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ നമ്മളോട് പറയുന്നത്. എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നത് ഒരു വാക്യം തന്നെ പറഞ്ഞുകൊണ്ടാണ്. 42, 43 സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നത് ഒരേ വേദഭാഗം ആവർത്തിച്ചുകൊണ്ടാണ്. അതിങ്ങനെയാണ്: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. കഠിനമായ ശ്വാസമുട്ടൽ വിട്ടുമാറാതെ ഒരുപാട് മരുന്നുകൾ ഏതാണ്ട് 12 വർഷത്തിലധികം കഴിച്ചിട്ടും ആ രോഗത്തിന് ഗണ്യമായ മാറ്റമൊന്നുമില്ലാതെ ഒരു ശാരീരികാവസ്ഥയിൽ വലയുന്ന ഒരു കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട സിസ്റ്ററേയും കൊണ്ട് ആ കുടുംബാംഗങ്ങൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി വന്നു. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ രോഗത്തിൻ്റെ പുറകിൽ ഉള്ളത് ഒരു രോഗാത്മാവല്ല, ഇവർ അനുഭവിക്കുന്ന രോഗവുമല്ല, ഇതിൻ്റെ പുറകിൽ രോഗാത്മാവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്രമേൽ വിമിഷ്ടം അനുഭവിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആ കലാലയത്തിൽ അവരുടെ അധ്യാപകരിൽ നിന്നും ആ വ്യക്തിക്കുണ്ടായ ഒരു വല്ലാത്ത ദുരനുഭവത്തെ തുടർന്ന് ആരോടും പറയാൻ തയ്യാറാകാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്ന ഒരു വല്ലാത്ത വിമിഷ്ടം, സങ്കടം ഇങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ കുത്തി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഒരു കഠിനമായ ശ്വാസമുട്ടലായി ഫോം ചെയ്യപ്പെടുകയും ആ രോഗത്തിന് മെഡിസിൻ എടുക്കാൻ തുടങ്ങി. അതൊരു 12 വർഷം കഴിഞ്ഞിട്ടും ആ രോഗം ശമിക്കാതെ ഇനിയും അവരെ കൊണ്ട് അധികകാലം ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നു പോകുമെന്ന് ഉറപ്പായ സമയത്താണ് ഒരു കൗൺസിലിങ്ങിനായി അവരെത്തുന്നത്. ഈ വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഹസ്ബൻഡ് കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളും ഇവിടെ ഇരിക്കുക, നമുക്കിത് പ്രാർത്ഥനാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതായ ഒരു വിഷയമാണ്. അപ്പോൾ അതിനു മുൻപ് ആ ജീവിത പങ്കാളി, അയാൾ എന്തിനും വളരെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു തുറന്ന ഹൃദയമുള്ള ഒരാൾ. അപ്പോൾ അവൾ പറഞ്ഞു, ആ റൂമിൽ ഞാൻ തനിച്ചായിരുന്നു, എനിക്ക് പുറത്തു കിടക്കാൻ വല്ലാത്ത ഭയമാണ്. അപ്പോൾ ഈ സ്ത്രീ ഈ ഒരു വാക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹസ്ബൻഡിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ ഇത് പറയാൻ നേരം അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഇവക്ക് വീട്ടിലെ എല്ലാ മുറിയിലും കയറാൻ പേടിയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ താമസിക്കുന്ന വീടുമായിട്ടുള്ള എന്തോ വിഷയമാണെന്നാണ് ബാക്കിയുള്ളവരെല്ലാം കരുതുന്നത്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ പൈശാചിക പോരാട്ടമാണ്, അതിന് പരിഹാരമാണ് പാസ്റ്റർ കൽപ്പിച്ചു തരേണ്ടതെന്നുള്ള നിലയിലാണ് ബാക്കിയുള്ളവരുടെ എല്ലാം ഒരു അഭിപ്രായം. പക്ഷേ ഈ വിഷയത്തിൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. പഠന കാലഘട്ടത്തിൽ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തൻ്റെ ഒരു അധ്യാപകനായിരിക്കുന്ന വ്യക്തിയിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തെവിടെയോ നടന്നൊരു സാഹചര്യമാണ് പുള്ളിക്കാരിയുടേത്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ആ വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് തനിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു കടന്നാക്രമണം, അതിന് നേരെയുള്ളതായ ഒരു ചെറുത്തുനിൽപ്പ്, കഷ്ടിച്ച ആ ഒരു സമയത്ത് നമ്മൾ തന്ത്രപൂർവ്വം പുറത്തു കടന്നുവെങ്കിലും അന്ന് രാത്രി മുതൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഭയം അവളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി മാറുകയായിരുന്നു. ആ അധ്യാപകനോട് തീർത്താൽ തീരാത്തൊരു പക അവളുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. എങ്ങനെയും ഇതിന് പ്രതികാരം വീട്ടണമെന്നുള്ളതായ ചിന്ത അവളുടെ മനസ്സിൽ വരുന്നു. പക്ഷേ അതിനുള്ളതായ സാഹചര്യം തൻ്റെ മുമ്പിലില്ല. ആരോടും തനിക്കത് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഏതൊക്കെയോ കൂട്ടുകാരികളോട് പറയണമെന്നുണ്ട്, പക്ഷേ അവരിത് പിന്നെ പാടി നടക്കുമോ എന്നുള്ള ഭയനിമിത്തം അവൾ ആരോടും പറയുന്നില്ല, വീട്ടിലേക്കും വിളിച്ചു പറയുന്നില്ല. അങ്ങനെ ഉള്ളിലൊതുക്കിയ ഈ ഒരു പുറത്തു പറയാത്ത സംഘർഷവുമായി നാളുകൾ ജീവിച്ചതിനെ തുടർന്ന് ഒരു ദിവസം വിവാഹം കഴിയുന്നു, കുടുംബജീവിതം ആരംഭിക്കുന്നു, തലമുറകൾ ജനിക്കുന്നു. പക്ഷേ കുറേ നാളുകൾ കൂടെ കഴിയുമ്പോൾ ഇതൊരു രോഗമായി തൻ്റെ ശരീരത്തിൽ ഉടലെടുക്കുകയാണ്. മരുന്നുകൾ കഴിക്കുന്നു, ഒടുങ്ങുന്നില്ല. പിന്നീടാണ് ഈ കാര്യത്തിന് നിജസ്ഥിതി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നത്. ഇത് നിന്നോട് തന്നെ നീ ചെയ്യുന്നൊരു ദ്രോഹമായതിനാലാണ് ഈ രോഗത്തിന് നിന്നെ വിട്ടുമാറാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു സാഹചര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യേശുവിൻ നാമത്തിൽ ആ വ്യക്തിയോട് ക്ഷമിക്കുക.
എനിക്കന്നൊന്നും പറ്റിയിട്ടില്ല, നിനക്കന്നൊന്നും സംഭവിച്ചിട്ടില്ല. ആ സംഭവിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇനിയും വന്ന് എന്നെ ഏതാണ്ട് ചെയ്യുമോ എന്നുള്ളതായ ഒരു കളി നിൻ്റെ മനസ്സിൽ കളിക്കുന്നത് പിശാചാണ്. ആ സാത്താന്യമായിരിക്കുന്ന ആ ഒരു ഹൊറർ സീനുകളോട് യേശുവിൻ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പറയുക. അങ്ങനെ വളരെ വ്യക്തമായിരുന്നു കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് കരം വെച്ചിട്ട് ഈ വചനം പറഞ്ഞു: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? യഹോവയിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ കാര്യം ആ സ്ത്രീ പറയുന്ന സമയത്ത് ഒരു ഇക്കിളെടുക്കുകയും പെട്ടെന്നൊരു ദീർഘനിശ്വാസം അവർ വിടുകയും ചെയ്തു. പെട്ടെന്ന് അവരെന്നോട് പറഞ്ഞു: പാസ്റ്ററെ, എന്തോ ഒന്ന് എൻ്റെ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, എന്തോ ഒരു ചേഞ്ച് എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ശ്വാസം വലിച്ചു നോക്കുകയാണ്. ഇല്ല, അവരെല്ലാം ബുദ്ധിമുട്ടില്ല. 12 വർഷം എന്തിനു വേണ്ടി മരുന്ന് കഴിച്ചോ? ആ 12 വർഷവും അവൾ മരുന്ന് കഴിച്ചത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിൽ വിടുതൽ നടക്കേണ്ടിയിരുന്നത് അവളുടെ മനസ്സിനെ കയറി പിടിച്ചിരുന്നതായ ഒരു ഇൻസിഡൻറ്റിൻ്റെ മേലുള്ളതായ ഭയം മാറുക എന്ന നിലയിലായിരുന്നു സത്യത്തിൽ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് നടക്കേണ്ടിയിരുന്നത്. സ്വയം മുറിവേൽപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണോ? ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ, ഒരു കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് ജീവിതം മുന്നോട്ട് നീങ്ങുന്നു, പൊടുന്നനവേ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. പെട്ടെന്ന് പറയുകയാണ്: ഞാൻ അന്ന് ആ വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ വരികയില്ലായിരുന്നു, നിന്നേക്കാളും ബെസ്റ്റ് ഇന്ന ആളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തി മറ്റു വ്യക്തികളുമായിട്ട് തുലനം ചെയ്ത് കുടുംബജീവിതത്തിൻ്റെ നൈർമല്യയെ ഒരു പൂവിൻ്റെ ഇതളുകൾ പിച്ചി പറിച്ച് കളഞ്ഞ് വിരൂപമാക്കുന്നത് പോലെ അതിൻ്റെ സൗന്ദര്യത്തെ പൊടുന്നനവേ ഉണ്ടാകുന്ന ഒരു ക്ഷിപ്രകോപ നിമിത്തം ഇല്ലായ്മപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യം പല കുടുംബങ്ങളിലുമുണ്ട്. നീ നശിപ്പിക്കുന്നത് എന്തിനെയാണ്? നീ മുറിവേൽപ്പിക്കുന്ന ഏത് മേഖലയാണ്? സ്വന്തം ജീവിതത്തെ തന്നെയാണ്. അവിടെ വിട്ടുകൊടുക്കാൻ, സ്വയം തോറ്റുകൊടുക്കാൻ, പോട്ടെന്ന് വെക്കാൻ, സാരമില്ലെന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരു കത്തിയെടുത്ത്, മൂർച്ചയുള്ളൊരു കത്തിയെടുത്തിട്ട് ഈ വിരലിങ്ങനെ അറക്കുവോ? ഇല്ല. വളരെ ജ്വലിച്ചു നിൽക്കുന്നൊരു തീക്കൊള്ളി എടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് കുത്തുവോ മനഃപൂർവ്വം? ഇല്ല. എങ്കിൽ നിന്റെ മനസ്സിനെ നീ മുറിവേൽപ്പിക്കാൻ പാടില്ല, നിന്റെ കുടുംബത്തെ നീ പ്രാകാൻ പാടില്ല, നിന്റെ തലമുറയെ നീ ശപിക്കാൻ പാടില്ല. ജീസസ് കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ മനുഷ്യർ പ്രാഗി ശപിച്ച് പറയുന്ന പലവിധമായ നികൃഷ്ടമായ വാക്കുകൾ സ്വന്തം ജീവിതത്തോട് പറഞ്ഞ് വളരെ 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 ശോചനീയമാവണ്ണം അത് തകർക്കുവാൻ വേണ്ടി ശാപവാക്കുകളെ ഉരുവിടുന്ന ഒരുപാട് പേർ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെയും അവരെ കൊണ്ട് ആ വാക്കുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. കാരണം നീ സ്വയം ശപിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തെ നീ മാപ്പ് കൊടുത്ത് നേരെ ആകാത്തടത്തോളം, ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ സ്വയം ശപിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളതിന് മാപ്പ് കൊടുത്ത് അതിനെ നേരെയാക്കാത്തിടത്തോളം കാലം ലോകത്തിലേതു വലിയ ദൈവദാസൻ നിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹം കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. പലരും അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിക്കും: പാസ്റ്ററെ, ഞങ്ങൾ ഇന്ന പാസ്റ്ററുടെ അടുക്ക പോയി, ഇന്ന ദൈവദാസന്റെ അടുക്ക പോയി, ഇന്ന സഭയിൽ പോയി, ഈ വിഷയത്തിന് ഇതുവരെയും വിടുതൽ കിട്ടിയിട്ടില്ല. ദൈവദാസന്റെ അടുക്ക കൂടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പാസ്റ്റർക്ക് ഒന്ന് പ്രാർത്ഥിച്ച് പറയാൻ പറ്റുമോ? ഇന്നയാൾ ഞങ്ങളോട് പറഞ്ഞു പാസ്റ്ററുടെ ഒക്കെ വന്ന ഈ വിഷയത്തിന് വിടുതൽ കിട്ടുമെന്ന്. പാസ്റ്റർക്ക് ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? സത്യത്തിൽ ആ വിഷയത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. നീ സ്വയം നിന്നെ മുറിക്കരുത്, സ്വയം നിന്നെ തന്നെ നീ നശിപ്പിക്കരുത്, അഴുക്കുവാരി സ്വന്തം ശരീരത്ത് പുരട്ടരുത്, നിന്റെ ശരീരം പൊള്ളുന്നതിനെ നീ നിന്റെ ദേഹത്തോട് അടുപ്പിക്കരുത്. ക്ഷമിക്കുക, മറക്കുക, മനഃപൂർവ്വമായി പൊറുക്കുക. നീ മനഃപൂർവ്വമായി വിട്ടുകൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ജയിക്കാനുള്ള ന്യായം നിന്റെ ഭാഗത്താണെന്ന് നിനക്കറിയാം. എന്നാലും പോട്ടെ എന്ന് വെച്ച് ആ വഴക്കിൽ നിന്ന് നീ സ്വയം ഒഴിഞ്ഞു മാറുന്നു. അവർ കൈയും കാലും ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിനക്ക് അവിടെ ഒരു റെസ്ലിംഗ് നടത്താൻ താല്പര്യമില്ല, നീ സ്വയം വിട്ടുമാറുകയാണ്. അവർ നിന്നെ പിടിച്ചൊരു തള്ളി പോട്ടെ എന്ന് വെച്ച് നീ പിന്തിരിഞ്ഞ് നടക്കുന്നു.
കൂടെ നിൽക്കുന്നവർ നായ്ക്കളെ പോലെ അടിക്കടാ തീർക്കടാ എന്ന് പറയുന്നു. അപ്പോഴും നീ ചിന്തിക്കുന്നു, വേണ്ട പോട്ടെ. നീ വലിയ ശക്തനായൊരു വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനൊരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിയുന്നത്. മനുഷ്യർ തമ്മിൽ കോപത്തിൻ്റെ പേരിൽ കോർക്കുമ്പോൾ, കലഹങ്ങളുടെ പേരിൽ അവർ തമ്മിലടിച്ച് ഒരാളെ തോൽപ്പിക്കുമ്പോൾ, ചില സമയങ്ങൾ കഴിയുമ്പോൾ ആരാരെ ജയിച്ചു എന്നൊരു ചോദ്യം വരും. അവിടെയാണ് ഏറ്റവും വലിയ നിരാശ നമ്മളെ ബാധിക്കുന്നത്. ജീവിതത്തിൻ്റെ ക്ഷണികതകളിൽ മാത്രം ജീവിക്കുന്ന, ദീർഘമായ കാഴ്ചപ്പാടുകളില്ലാത്ത കുറച്ച് മനുഷ്യരാണ് അക്രമകാരികളായി മാറുന്നത്. ആന്തരികമായി വലിയ ശക്തിയുള്ളവർക്കും മാത്രമേ പല കാര്യങ്ങളും വിട്ടുകൊടുത്ത് ശത്രു ജയിക്കട്ടെ, അല്ലെങ്കിൽ നിന്നോട് എതിർക്കുന്നയാളങ്ങ് ജയിച്ചോട്ടെ എന്നുള്ള നിലയിൽ അങ്ങ് മനഃപൂർവ്വമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയത്തുള്ളൂ. ഒരു കലഹമുണ്ടാകുമ്പോൾ അത് തല്ലി നേടി ജയിക്കുന്നതിനേക്കാൾ ആ കലഹത്താൽ ഇരുപക്ഷത്ത് നിൽക്കുന്നവർക്കും ദോഷമോ ബുദ്ധിമുട്ടോ നേരിടാതെ ആ കലഹത്തിനകത്തെ ആക്രമണോത്സുകമായിരിക്കുന്ന സാഹചര്യത്തെ നയപൂർവ്വം ഒഴിവാക്കുന്നവനാണ് സമർത്ഥൻ. 1000 യുദ്ധങ്ങളിൽ 10,000 യോദ്ധാക്കളെ ജയിക്കുന്നതിനേക്കാൾ സ്വയം ജയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വയം നീ ദിവസങ്ങളിൽ ക്ഷമിക്കാൻ തയ്യാറാകണം. കടം കയറി വല്ലാതെ തകർന്നൊരു വ്യക്തിയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ആരാധന കഴിഞ്ഞ് ആൾക്കാരെ കാണാനിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് പാസ്റ്റർ. പ്രാർത്ഥിച്ചു തുടങ്ങി അന്നേരം പറയുന്നത്, പാസ്റ്ററിൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഓക്കെ, വരൂ പ്രാർത്ഥിക്കാം. അടുത്തു വന്നു, തലയിലേക്ക് കരം വെച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് അസഹനീയമായൊരു പല്ലുവേദന ഉള്ളതായിട്ട് കർത്താവിനോട് പറയുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത പല്ലുവേദന അനുഭവപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പല്ലുവേദന ഒരു ലക്ഷണമാണ്. അദ്ദേഹം പറയാ, ഈ പല്ലുവേദന ഒരു ലക്ഷണമാണ്. എന്തിൻ്റെ ലക്ഷണം? എൻ്റെ പല്ലുകളിൽ ഒന്നിനു പോലും പോടില്ല, ഒരു പല്ലിന് പോലും കേടില്ല. എന്നിട്ട് വാ തുറന്ന് കാണിക്കുക, ആന്ന് പാസ് നോക്കിക്കേ, എൻ്റെ ഒരൊറ്റ പല്ലിന് പോലും കേടില്ല. എൻ്റെ ഒരു മോള് ഒരു ദന്തിസ്റ്റാണ്. അങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഡോക്ടറുണ്ട്. പക്ഷേ BDSകാരിയായ എൻ്റെ മോള് പരിശോധിച്ചിട്ടും എൻ്റെ പല്ലിൻ്റെ വേദനയുടെ കാരണം എന്താണെന്ന് ഇന്ന് വരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്നാന്ന് എനിക്കറിയാം. എന്താ എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ പല്ലിൻ്റെ വേദനയുടെ പുറകിൽ അതൊരു അടയാളമായിട്ടാണ് ദൈവദാസനെ ആ വേദന വരുന്നത്. എനിക്ക് പല്ലുവേദന ഉണ്ടായാൽ പിറ്റേ ദിവസം വീട്ടിൽ വഴക്കുണ്ടാവും. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പിന്നീട് 4-5 ദിവസം പിണങ്ങിയിരിക്കേണ്ട നിലയിലൊരു മുട്ടം വഴക്കായിരിക്കും ഉണ്ടാകുന്നത്. പിന്നീട് അതിൻ്റെ പിറ്റേ ആഴ്ചയോട് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ സാമ്പത്തിക പ്രശ്നമോ ഒരു കേസോ വരും. പല്ലുവേദന വരുന്നതിനെ തുടർന്ന് പല്ലെടുത്ത് കളഞ്ഞാൽ ആ വേദന മാറുമെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ബോർഡടയ്ക്കുകയോ ക്യാപ്പിടുകയോ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താൽ അത് മാറുമെന്നറിയാം. പക്ഷേ ഈ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിലെ പല്ലുവേദന മാറണമെങ്കിൽ ഇങ്ങനെ 2-3 കലഹങ്ങൾ എൻ്റെ വീട്ടിൽ നടന്നേ പറ്റത്തുള്ളൂ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെ 3-ാമത്തെ ആഴ്ചയിൽ എന്താ ചെയ്യുക? അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, ആ 3-ാമത്തെ ആഴ്ചയിൽ വർഷങ്ങളായിട്ട് എനിക്ക് എന്നെ തന്നെ അങ്ങ് വെറുപ്പാണ്, എന്നോട് തന്നെ എനിക്കങ്ങ് വെറുപ്പാണ്. കാരണം എൻ്റെ ഭാര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇപ്പോൾ 2-3 പിള്ളേരായി, പിള്ളേരൊക്കെ നല്ല നിലയിലുമൊക്കെ ആയി. പക്ഷേ ബാധ്യത തലേന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും വരുമ്പം എനിക്ക് ഇവളോടങ്ങ് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവളാണെ അങ്ങ് തൊട്ടാവാടി പോലെ ചുരുണ്ടുകൂടി പിന്നെ അവളങ്ങ് സങ്കടപ്പെട്ട് കിടക്കുകയും എന്നോട് പിന്നെ മിണ്ടാതെയും കൂടി ഇരിക്കും. എനിക്കതൂടെ കാണുമ്പോൾ പിന്നെ ദേഷ്യമാണ്. ഞാൻ ജോലി സ്ഥലത്ത് ചെന്നാൽ പണിക്കാരുമായിട്ട് വഴക്കുണ്ടാക്കും. കണ്ണി കാണുന്നവനെ എല്ലാം ഞാൻ ചീത്ത വിളിക്കും. ഭയങ്കര വിഷയമാണ്. പക്ഷെ അതിന് തൊട്ട് പുറകെ ഒരു കാരണവുമില്ലാതെ കുറേ സാമ്പത്തിക വിഷയങ്ങൾ കയറി വരും. ഞാൻ ആകെപ്പാടെ കറങ്ങിപ്പോവും. ഇത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പിശാചാണെന്ന് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. എന്നെ പറഞ്ഞില്ല, എന്നിൽ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ഞാൻ ചെറുപ്പത്തിലെ മാമോദിസായുടെ തല വീണയാളാണ്. ഞങ്ങളുടെ കുടുംബക്കാരും ഇങ്ങനത്തെ തോന്നിവാസങ്ങൾക്കൊന്നും പോയിട്ടില്ല.
ആ നിലയ്ക്ക് എൻ്റെ മേൽ ഇങ്ങനെ വരാൻ കാര്യം, എന്നാ പിടിച്ചോ നിൻ്റെ മേലെ സാധനം ഉണ്ടെന്ന് തീർത്ത് പറഞ്ഞു. ആ ദുരാത്മാവ് അങ്ങ് വെളിപ്പെട്ടു. ജീസസ് ആ വിഷയത്തിനകത്ത് ദൈവം ഒരു വിടുതൽ അങ്ങ് കൊടുത്തു തൽക്ഷമയം. ഇത് മാറിക്കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ സാമ്പത്തിക മേഖലയും ഈ പല്ലുവേദനയും ഈ വിഷയവുമൊക്കെ ആയിട്ട് എന്താ ബന്ധം? നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാകുന്നത് നിങ്ങളുടെ വാഗുകൊണ്ട് നിങ്ങൾ ചിലത് പറയാനുള്ള ഒരു ടെൻഡൻസിയെ പിശാച് നിങ്ങളുടെ അകത്ത് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നതാ പാസ്റ്റർ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഇത്രയും കാലം എന്താ പറഞ്ഞത്? സ്വയം ശപിക്കും, ദൈവത്തെ പ്രാകും. സ്വയം ശപിക്കും, ദൈവത്തെ പ്രാകും. സ്വന്തം കുടുംബത്തിൽ എനിക്ക് ഇതൊക്കെ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ള നിലയിൽ സ്വന്തം കുടുംബത്തിലുള്ളവർ കൂട്ടെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള വാക്ക് ഇൻഡയറക്റ്റായിട്ട് പറയും. ഒരു ഗൃഹനാഥനിലൂടെ സ്വന്തം ഭവനത്തെ നോക്കി ഇത്തരത്തിൽ ശാപകരമായൊരു വാക്ക് ഗൃഹനാഥൻ തന്നെ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കറുത്ത മാന്ത്രിക വിദ്യയിലെ, ഏറ്റവും ഫലമുണ്ടാക്കുന്ന കറുത്ത മാന്ത്രിക വിദ്യയിലെ ഏറ്റവും നാശകാരണമായിരിക്കുന്ന ആ കറുത്ത മന്ത്രത്തെക്കാളും ശക്തിയുണ്ട് ഒരു ഭവനത്തിൻ്റെ തലയായിരിക്കുന്നവൻ സ്വന്തം ഭവനത്തെ വാ തുറന്ന് ശപിക്കുമ്പോൾ ആ ശാപത്തിൻ്റെ വാക്കിന് ശരിക്കും ഫലിക്കും. ക്ഷമിക്കാൻ പറയാം, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. പറ്റിപ്പോയി കർത്താവേ, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ കാക്കണമേ. കാരണം ഇതിനകത്തൊന്ന് വലുതും വന്നാൽ നടക്കും, ഇതിനകത്തൊന്ന് വലുതും വെളിയിൽ വന്നാൽ സംഭവിക്കും. അനാവശ്യമായത് വരാതെ സ്വയം മാപ്പ് കൊടുക്കാത്തക്ക നിലയിൽ, മുറിവുകളെ വെച്ച് കെട്ടത്തക്ക നിലയിൽ ഇന്ന് പകലൊരു സമീപനം നിങ്ങളും സ്വീകരിക്കുക. നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ, അവനൊരു പെൺകൊച്ചിനെ ഇഷ്ടമാണ്. പക്ഷെ അവൾ കല്യാണം കഴിഞ്ഞ് വേറൊരുവൻ്റെ ഭാര്യയായിരിക്കുക. പക്ഷെ ഇവനിവളെ മറക്കാൻ പറ്റത്തില്ല. ആ പെണ്ണിൻ്റെ പുറകെ സ്വപ്നം കണ്ട് നടന്ന് ഇവൻ്റെ 3-4 ചെരുപ്പ് തേഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചോടാ, ഈ കാലഘട്ടത്തിലും കൊച്ചെ നിന്നെപ്പോലെയുള്ള ചെറുക്കന്മാരുണ്ടോ? മറ്റൊരുവൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നല്ലേ വചനം പറഞ്ഞു. നീ പിന്നെന്തിന് ഇങ്ങനത്തെ കാര്യങ്ങൾ? നിനക്ക് സുന്ദരനല്ലേ നീ, നിനക്ക് നല്ല അനുഗ്രഹീതരായിട്ടുള്ള ജീവിത പങ്കാളിയെ ദൈവം വേറെ തരത്തില്ല, നീ എന്തിനാ പിന്നെ ഇങ്ങനത്തെ വഴിക്ക് പോകുന്നത്? ഉടനെ അവൻ പറഞ്ഞു, അങ്ങനെ കാര്യമൊക്കെ ശരിയാ പാസ്റ്റർ, എന്നോട് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ ആ സ്ത്രീയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ പിടിച്ചത്. എനിക്ക് അവളെ മറക്കാൻ പറ്റുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇതേ തുടർന്ന് നീ എന്താ ചെയ്യുന്നത്? ഇതേ തുടർന്ന് ഞാൻ ചെയ്യുന്നത്, ആ സ്ത്രീയുടെ പുറകെ ഞാൻ പോവും. പക്ഷെ എനിക്ക് അവരെ കാണാനോ ഒന്നും പറ്റത്തില്ല. അവരുടെ നമ്പരും എൻ്റെ കയ്യിലില്ല, എനിക്ക് അവരോട് മിണ്ടാനും പറ്റുന്നില്ല. പക്ഷേ എനിക്ക് അവരെന്ന് വെച്ചാൽ ഭ്രാന്തമായ സ്നേഹമാണ്. പക്ഷേ അവരുമായിട്ടുള്ളതായ ഒരു ഇടപെടലിൻ്റെ സാഹചര്യം ഒരു നിമിഷം ലഭിക്കാതെ വരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ആ ഒരു സങ്കടം ഇങ്ങനെ തീവ്രമായി വരുമ്പോൾ ഞാൻ ബൈക്ക് എടുത്ത് വെളിയിൽ വന്നു. എന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ ചീറിപ്പാഞ്ഞ് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ കൂടെ എനിക്ക് വണ്ടികളുടെ ഇടയിലൂടെ ഒരു ഓവർടേക്ക് ചെയ്ത് കയറി വെട്ടിച്ച് വണ്ടി ഓടിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് എവിടെ നിന്ന് ഇടിക്കണമെന്ന് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു, നിൻ്റെ അകത്തുള്ളത് പ്രണയമല്ല, നിൻ്റെ അകത്തുള്ളത് ആ സ്ത്രീയോടുള്ള സ്നേഹവുമല്ല. നിന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൂയിസൈഡ് സ്പിരിറ്റാണ്. അതുകൊണ്ടാണെന്ന് എനിക്കിങ്ങനെ തോന്നുന്നത്. ഒരു പ്രണയം നഷ്ടപ്പെടുന്ന ഉടനെ വല്ലാത്ത ആധിക്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മേൽ പെട്രോൾ ഒഴിച്ച് അവരെ തീ കത്തിക്കാൻ തോന്നുന്നു. ഇതിൻ്റെയൊക്കെ പുറകിലെ ചേതോവികാരങ്ങളുണ്ട്. ഇതൊക്കെയാണോ സ്നേഹം? ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഇഷ്ടത്തിൻ്റെ പ്രച്ഛന്നവേഷം ധരിച്ചിരിക്കുന്ന കൊടിയ ദുരാത്മാക്കളാണെന്നുള്ള കാര്യം മറക്കരുത്. നീ മാപ്പ് നൽകണം നിനക്ക് തന്നെ. നിന്നോട് തന്നെ നീ ക്ഷമിക്കേണ്ട സമയത്തിലാണ് നിൽക്കുന്നത്. കാരണം നീ നശിപ്പിക്കുന്നത് നിന്നെ തന്നെയാണ്. മനസ്സിനകത്ത് ഇതുപോലെയുള്ള 100 വിഷമതകൾ നേരിടുമ്പോൾ സ്വയം പഴിക്കുകയും ശപിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? സ്വന്തം ജീവിതത്തെ പ്രാകുന്നവരാണോ നിങ്ങൾ? മറ്റുള്ളവരോട് അതിനുവേണ്ടി കയർക്കുന്നവരാണോ നിങ്ങൾ? മാപ്പ് നൽകേണ്ടതായിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ. നീ സ്വയം മുറിവേൽപ്പിക്കരുത്, സ്വയം മുറിവേൽപ്പിക്കരുത്, എറിഞ്ഞ് തകർക്കരുത്, തച്ചുടയ്ക്കരുത്.
കയ്യിലിരിക്കുന്ന മൊബൈൽ ഞാൻ 4 പൊട്ടിച്ചു. ദേഷ്യം വന്നപ്പോൾ എന്നോടൊരു ബിരുദം പറഞ്ഞതാ. ദേഷ്യം വന്ന് ഒറ്റയേറി ഞാൻ വെച്ചു കൊടുത്തു. ആർക്ക് പോയി? നിനക്ക് മൊബൈൽ എന്ന കമ്പനിക്കാരന് ഒരു പുതിയ മൊബൈലോട് വിൽക്കാനുള്ള അവസരം കിട്ടി. നിന്റെ സാമ്പത്തിക മേഖല അത്രയും കൂടെ താഴേക്ക് പോയി. ക്ഷണിക നേരത്തെ കോപം കൊണ്ടൊരു കുടുംബം തകർക്കുന്ന, അടക്കാനാകാത്ത വികാരക്ഷോഭങ്ങളിൽ സ്വന്തം ജീവിതത്തെ വല്ലാതെ ഇട്ട് പച്ചയ്ക്ക് കണ്ടിക്കുന്ന ഇത്തരം സാധാന്യമായ മൂർച്ചയുള്ള ആയുധങ്ങൾ പലതും നിങ്ങളുടെ കുടുംബത്തിൽ വഹിച്ചുകൊണ്ട് ദുഷ്ടാത്മാക്കൾ കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിന്നെ പിടിച്ചു കടത്തി നിന്റെ കഴുത്തറക്കാൻ, നിന്റെ മനസ്സറുത്ത് കളയാൻ, നിന്റെ ശാന്തതയെ അറുത്തെടുത്ത് കളയാൻ, അവിടെ മുതൽ നിന്നെ വല്ലാതെ ക്ഷോഭിച്ചങ്ങേയറ്റമാക്കുന്ന ഒരു ഭ്രാന്തനെ പോലാക്കി തീർക്കാൻ, ഇനി ഒന്നുമല്ലെങ്കിൽ ഒറ്റയടിക്ക് നീ എവിടെയെങ്കിലും പോയി ഇടിച്ച് തീരട്ടെന്നുള്ള നിലയിൽ നിങ്ങളെ പൊടുന്നനവെ നശിപ്പിക്കാനുള്ള പ്രേരണ ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ നേരെ കടന്നുകയറ്റം നടത്തുന്ന ഇത്തരം ഇടിച്ചു കയറുന്ന ആത്മമണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ജയം തരികയാണ്. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ദൂതിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. യേശുവേ, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുകയാണ്. അവിവേകപരമായ പ്രവർത്തനങ്ങളാൽ ഞാൻ എനിക്ക് തന്നെ ദോഷം വരുത്തി വെച്ച 100 അനുഭവങ്ങളെ എന്നോട് പൊറുക്കണം. ഞാൻ എനിക്ക് തന്നെ വിനയായി നട്ടതായ എല്ലാ വിദ്വേഷത്തിൻ്റെയും കയ്പിൻ്റെയും തകർച്ചയുടെയും നാശത്തിൻ്റെയും കളകളെ എന്നിൽ നിന്നും പറിച്ചു കളയാൻ അങ്ങയുടെ കരം എൻ്റെ നേരെ നീട്ടണം. ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യനെ പോലെ കർത്താവായ യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള വ്യക്തിയായി നീ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും ആശ്വാസവും സ്നേഹവും സന്തോഷവും എന്ന് നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അന്യഭാഷയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. അതും ലഭിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകത്തെ വലിയ ആത്മനിറവ് അനുഭവിക്കുന്ന എല്ലാവരും അന്യഭാഷ പറയുന്നവരല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ലോകത്ത് വലിയ ദൈവകൃപ അനുഭവിക്കുന്ന പലരും അന്യഭാഷ പറയുന്നില്ല. ലോകത്ത് വലിയ ദൈവകൃപ അനുഭവിക്കുന്ന പലരും പ്രവചിക്കുന്നില്ല. ലോകത്ത് വലിയ ദൈവിക ബന്ധമുള്ള പലരും രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നില്ല. ലോകത്ത് വലിയ ദൈവിക അധികാരങ്ങൾ വഹിക്കുന്ന പലരും പ്രസിദ്ധരായി തീരുന്നില്ല. പിന്നെ എന്താണ് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരു ചായക്കകത്തേക്ക് പഞ്ചസാര ചേർത്താൽ ചായ കടന്ന് വെട്ടിത്തെളിക്കത്തില്ല. ഓ, എന്നിൽ പഞ്ചസാര വന്നു പറയത്തില്ല. ആ ചായ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന് മധുരമുണ്ട്. ഒരല്പം ജലം എടുത്തു വെച്ചു നിങ്ങൾ അതിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കഞ്ഞി എടുത്തു വെച്ചു അതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ കഞ്ഞി പെട്ടെന്ന് പറയുന്നില്ല, ഓ എന്നിൽ ഇപ്പോൾ ഉപ്പ് വന്നു. നോ, പറയുന്നില്ല. അതല്പം എടുത്ത് നിങ്ങൾ നാവിലേക്ക് വെക്കൂ, നിങ്ങൾക്ക് രുചിയോടുകൂടെ അത് ഭക്ഷിക്കാൻ കഴിയും. എന്താണ് അപ്പോൾ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകുന്നു. അതിനകത്തേക്ക് നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിൽ സ്നേഹത്തിന്റെ സമൃദ്ധി ദൈവം അതിലേക്ക് ഒഴുകുന്നു. ഒത്തിരി സങ്കടങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചതെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്ന ആ സമയം മുതൽ നിങ്ങൾ അകാരണമായ ദൈവിക സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ എന്നും ദുരന്തങ്ങളും രോഗങ്ങളും ആവലാതികളും മാത്രമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ, സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമാധാനത്തിന്റെ വലിയൊരു കൊട്ടാരമായി മാറുന്നു. അവൾ വിശുദ്ധിയിലേക്ക് തിരിയുന്നു, ആശ്വാസത്തിലേക്ക് തിരിയുന്നു, ഇന്ദ്രിയ ജയത്തിലേക്ക് അത് പോകുന്നു. അതിനകത്ത് കാര്യങ്ങൾക്ക് അതീതമായി ദൈവത്തെ വിശ്വസിക്കാനും സ്വപ്നങ്ങളെ മെനയാനും തക്കവണ്ണമുള്ള വിശ്വാസം ഫോം ചെയ്യപ്പെടുന്നു. അതിനകത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു, സ്ഥിരതയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. കാര്യങ്ങളെ ദീർഘമായി ക്ഷമിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നു.
സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും, അങ്ങനെ നിരവധിയായ മാനസിക ഗുണങ്ങളുടെ ഒരു വലിയ സമ്മേളനം നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നു. ആത്മാവിൻ്റെ ഈ ഫലങ്ങൾ നിങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാകുന്ന നിലയിൽ നിങ്ങളിൽ നിന്നും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങും. ഇന്നത്തെ ഈ ദൂത് കേൾക്കുമ്പോൾ നീ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും പുറകിൽ നിന്നെ അലോസരപ്പെടുത്തിയ 100 പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞല്ലോ. കയ്പുകളെ മാറ്റാം, മനഃപൂർവ്വം ക്ഷമിക്കാം. ഏറ്റവും കൂടുതലായി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ക്ഷമിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കിനൊന്നും തെറ്റായി ചിന്തിക്കരുത്. സ്വയം സ്നേഹിക്കാത്തവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മാർത്ഥത വേണം. നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു വിശ്വസ്തത വേണം. നിങ്ങളെ കാണുന്ന നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സാഹചര്യങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങളുടെ മനസ്സ്, അതിന് നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ എന്നെ സന്തോഷവാനാക്കി തന്നെ നിർത്തണം. പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുമ്പോഴാണ് എനിക്കൊരു ഉന്മേഷവും ഒരു ഊർജവും ഒക്കെ കിട്ടുന്നേ. രാവിലെ ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഒരു ശൂന്യതയാണ് ദേവദാസനെ അനുഭവപ്പെടുക. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക്. നിങ്ങളുടെ ആ നല്ല വാക്കിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം എന്നെ അയക്കുമ്പോൾ ഞാൻ സ്വയം ആശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിലേക്ക് പകർന്നു തരണമെങ്കിൽ അത്രത്തോളം ഞാൻ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്. എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു പോയ സമയങ്ങളിലൊക്കെ ദൈവസന്നിധി ചെന്നിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ക്രിസ്റ്റി, നീ നിന്നെ തന്നെ സുഖപ്പെടുത്താനായി തയ്യാറാവുക. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ പലരോടും സങ്കടങ്ങളുണ്ട്, വിദ്വേഷങ്ങളുണ്ട്. ഞാൻ മനഃപൂർവ്വം അവരോട് അങ്ങ് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്വയം ഞാൻ എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി, നീ ഓക്കെയാണ്, നിന്നെക്കൊണ്ട് കഴിയും. ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ്. നീ അനുഗ്രഹീതനാണ്. നീ തോറ്റുപോകത്തില്ല. ഈ സംഘർഷത്തിൽ നീ മനഃപൂർവ്വം പുറകോട്ട് മാറിയത് കൊണ്ട് നീ ജയാളിയാണ്. അവരവിടെ കിടന്ന സംഘർഷങ്ങൾ കാണിക്കും, പക്ഷെ നീ അതിനു മീതെയും പറന്ന് അപ്പുറത്തേക്ക് കയറും. ആ പരിധികൾക്കെല്ലാം അപ്പുറത്തേക്ക്, അവരെല്ലാം തലയുയർത്തി നോക്കിയാലും കിട്ടാത്ത ഉയരത്തിലേക്ക് നീ കയറും. പരിശുദ്ധാത്മാവ് നിന്റെ കൂട്ടുകാരനാണ്. എൻ്റെ പ്രാണസ്നേഹിതനെ എന്ന് വിളിച്ച് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ആ സമയത്തൊക്കെയും സ്നേഹത്തോടെ എന്നിലേക്ക് ക്ഷണിച്ചു. ഒഴുകി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവ് പകർന്ന സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്, എന്നിൽ പകർന്നത് എത്ര വലുതാണെന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വാക്കുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വയം നിങ്ങൾ പറയുന്ന പണമില്ലാതെ വരുമ്പോൾ പറയുന്ന ആ വാക്കുകളെ മാറ്റിയിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടിയാൽ നിങ്ങൾ എന്തു പറയുമോ ആ വാക്കുകളൊന്ന് പറയാമോ? ഇപ്പോൾ ഒന്നുകൂടെ, കൈ കാശില്ലാതെ വരുമ്പോൾ പഴി പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാമാണോ പറഞ്ഞ് നടക്കുന്നത്, ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആ വാക്കുകളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇഷ്ടം പോലെ കാശ് നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനായിരിക്കുമോ മറ്റുള്ളവരോട് പറയുക, ആ നിലയിൽ ഇന്ന് തൊട്ടൊന്ന് പറയാമോ? ദൈവം നിങ്ങളെ അതിന് സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ തന്നെ നിന്റെ മുഖപ്രകാശരക്ഷയും നിന്റെ ദൈവവും ആകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞങ്ങളുടെ കർത്താവേ, ക്രൂശിൽ കിടന്നപ്പോഴും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച, മാതൃക കാണിച്ച ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. മനസ്സിന് ഇന്ന് പകൽ സൗഖ്യം പകരുകയാണ്. മാറാവ്യാധികളും തീരാ ദുഃഖങ്ങളും ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ കർത്താവ് ഒരുക്കുന്ന സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഉത്സാഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട്
പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ ഹൃദയത്തിലേക്ക് അതിനെ വരവേറ്റു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളാൽ ഇന്ന് അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതം ഐശ്വര്യം കൊണ്ട് നിറയുവാൻ കൃപയാക്കണമേ. ഉന്നതമായ പുരോഗതികളെ ഇവരുടെ ജീവിതത്തിൽ തുറക്കണമേ. മാനസികമായി, കുടുംബമായി, ശാരീരികമായി, സാമ്പത്തികമായി വളരെ വളരെ ഉത്സാഹം പ്രാപിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിച്ച ആമേൻ പറഞ്ഞു. ദൂത് തീർന്നു എന്ന് പറയാൻ വരട്ടെ. ഒരു വാക്കൂടെ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് ആത്മീയരോട് പറയാനുള്ളൊരു വാക്കാണ്. സ്വന്തം സ്പിരിച്വൽ ലൈഫിൽ പലപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് സംസാരിക്കാറില്ലേ? അതൊക്കെ ദൈവത്തിന് അങ്ങ് ഇഷ്ടമാണെന്ന് നിങ്ങൾ കരുതുന്നത് അല്ലേ? സ്വയം അങ്ങ് ഇടിച്ചു താഴ്ത്തിയാൽ കർത്താവ് അങ്ങ് പ്രസാദിക്കുമെന്നല്ലേ പലപ്പോഴും മനസ്സിൽ കരുതിയേക്കുന്നേ? നമ്മളങ്ങനെ കേട്ടിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ നിർധനനായ മനുഷ്യനെ പോലെ, ഈ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടൊരു വ്യക്തിയെ പോലെ, ദൈവം നൽകുന്ന പ്രിവിലേജിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടും ആ പ്രിവിലേജ് കാർഡ് കയ്യിൽ വെച്ചിട്ടും നമ്മൾ പലപ്പോഴും ഏറ്റവും കെട്ടവനെ പോലെയാണ് പെരുമാറുന്നത്. ഇത് കാണുമ്പോൾ ദൈവം അങ്ങ് പ്രസാദിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ അകത്ത്. നമ്മുടെ ദൈവത്തിന് നമ്മൾ കൂട്ടിയും കുറച്ചും പറയേണ്ടതില്ല. ഉള്ളതുപോലെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അർത്ഥം എന്നും ഇങ്ങനെ വീണേ, തകർന്നേ, പൊടിയാണേ, പുഴുവാണേ എന്ന് പറഞ്ഞിരിക്കലല്ല. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം നിനക്ക് നൽകുന്ന സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടും ശ്രേഷ്ഠതയോടും കൂടെ നിന്റെ കാര്യങ്ങളെ അവതരിപ്പിച്ച് മുന്നോട്ട് വളരുന്ന ഒരു ആത്മിക പക്വത പ്രാപിക്കണം. സ്വയം നിങ്ങളുടെ ആത്മമനുഷ്യനെ എന്നും കുത്തി മുറിവേൽപ്പിക്കരുത്. നിങ്ങളുടെ അകത്തൊരു ഇന്നർമാൻ ഉണ്ട്. ആ ആത്മമനുഷ്യൻ മിടുക്കനായിട്ട് ചില ശുശ്രൂഷകൾ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ ഒരു കഴിവുമില്ലപ്പാ, ഒന്നും എന്നിലില്ല കർത്താവേ എന്ന് നീ പറയരുത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുന്ന പൗലോസിനെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിൽ ലഭിച്ചത് കർത്താവെ ഞാൻ അതിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന താലന്തുകളെ വർദ്ധിപ്പിച്ചവൻ്റെ മുൻപിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? ദൈവം നിനക്ക് നൽകിയതിന് നിന്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കാകട്ടെ. പിതാവെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, എന്നിൽ അത് ഭദ്രമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ, നാഗമ്പടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നത്. ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.